ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ ഒരു പുതിയ തീരുമാനമെടുത്തിരിക്കുകയാണ് നമ്മുടെ അച്ചമ്മ. ഇനി മുതൽ എല്ലാ ആഴ്ചയും ഓരോരുത്തരായിട്ട് റൗണ്ട് അടിച്ചാണ് നമ്മുടെ ചന്ദ്രോദയത്തെ വീട്ടിൽ കിടക്കേണ്ടത്. അപ്പൊ നമ്മുടെ സച്ചിക്ക് രേവതിക്കും കിടക്കാനുള്ള ഒരു സൗകര്യവും ഉണ്ടാകുമല്ലോ. അപ്പൊ 3 മരുമക്കൾക്കും തുല്യ അവകാശമാണ്. അപ്പൊ 3 മരുമക്കൾക്കും റൗണ്ട് സിസ്റ്റം ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു റൊട്ടേഷൻ സിസ്റ്റം. അപ്പൊ അങ്ങനെ ഇത് തീരുമാനിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ശരിയാ, അമ്മ പറഞ്ഞത് കറക്റ്റായ കാര്യം തന്നെയാ. ആ അച്ചമ്മ പറഞ്ഞ കാര്യം എപ്പോഴാ ശരിയാകാത്തത്? അച്ചമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി തന്നെ അച്ഛ, അത് പണ്ട് മുതലേ എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അച്ചമ്മ കോടതിയിൽ ജഡ്ജായിട്ടിരിക്കേണ്ട ആളാണ് കേട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, അച്ചമ്മ ജഡ്ജി ആകാത്തത് എൻ്റെ അമ്മയുടെ ഭാഗ്യം. അച്ചമ്മ ജഡ്ജി ആയിരുന്നെങ്കിൽ ദേ ഇപ്പം ഈ ചന്ദ്ര ജയിലിൽ കിടന്നേനെ. അമ്മേനെ ജീവപര്യന്തം തടവിനല്ലല്ലോ, തടവിനോ എന്തിനോ ശിക്ഷിച്ചേനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര, നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അല്ല അച്ചമ്മ, ഈ തീരുമാനത്തിൽ ഒരല്പം മാറ്റം വരുത്താൻ പറ്റുമോ? ഒരിക്കലും ഈ തീരുമാനത്തിന് ആരും മാറ്റം വരുത്തില്ല. അല്ല അച്ചമ്മ, ഈ റൊട്ടേഷൻ സമ്പ്രദായം എന്ന് മുതലാണ് തുടങ്ങേണ്ടത്? ഇന്ന് മുതൽ തന്നെ തുടങ്ങണം, ഇന്ന് മുതൽ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആകെപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ശ്രുതിയുടെ മുഖം അങ്ങ് പോയി കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, ഇത്രയും നാള് സച്ചി രേവതിയും മുറിക്ക് പുറത്ത് കിടന്നു. ഇന്ന് അവര് രണ്ടുപേരും ശ്രുതിയുടെ മുറി കിടക്കട്ടെ. ശ്രുതിയും ശ്രുതിയും ഇന്ന് ഹോളിൽ കിടക്കട്ടെ. എങ്ങനെയുണ്ട്? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, അയ്യോ ഞാനോ നിലത്തോ, എൻ്റെ ഈശ്വര, അയ്യോ ഞാനിനി എന്ത് ചെയ്യും? അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, ഇനി ഇതിനെക്കുറിച്ച് ഒരഭിപ്രായം ആരും പറയണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, വേറെ ഒരു അഭിപ്രായവും ഇല്ല. അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അനുസരിക്കും അമ്മേ, ഇവരെന്റെ മക്കളല്ലേ. അച്ഛമ്മ പറയുന്നത് ഇവര് അനുസരിക്കാതിരിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, എൻ്റെ മക്കൾക്ക് അച്ഛനമ്മമാരെന്ന് പറഞ്ഞ ജീവന അല്ലേടാ മക്കളെ. അതെ അച്ഛാ, എനിക്കും ശ്രീകാന്തിനും അങ്ങനെയൊക്കെയാ. പിന്നെ അറിയില്ല സുധിയുടെ കാര്യം. അപ്പോഴത്തേക്കും സുധിയും അങ്ങനെ തന്നെയാ മോനെ. സുധിയും എൻ്റെ മോന, അവനും ഞാൻ പറയുന്നത് കേൾക്കും. അങ്ങനെ നമ്മുടെ സുധിക്ക് കേൾക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി പോയി, കേൾക്കാൻ പറ്റാതെ ഇരിക്കാത്ത ഒരു അവസ്ഥയായി പോയിട്ടോ. പിന്നെയും സുധീനെയാ കാണിക്കുന്ന. സുധിയുടെ മുഖം അങ്ങ് നീണ്ടി കിടക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ഇനിയിപ്പം നിലത്ത് കിടക്കണ്ടേ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ കിച്ചണിൽ ഭയങ്കര പരിപാടിയാണ് കേട്ടോ. രേവതി എന്തോ കഴുക്കലും വിറക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും അച്ഛമ്മ വന്നിട്ട്, അയ്യോ ഇതെന്താ മോളെ, മോളെന്താ ഇതുവരെ പോയി കിടക്കാത്തത്? കിടക്കാനോ? എന്താ അച്ഛമ്മ? അച്ഛമ്മയ്ക്ക് ഒരു ചായ എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട. അതെ, ഇതൊക്കെ നീ തന്നെ എടുത്തുണ്ടാക്കി വെക്കണം അല്ലേ? അല്ല, വേറെ 2 മരുമക്കളുണ്ടല്ലോ, അവരിതൊന്നും ചെയ്യില്ലേ? അവരോടും കൂടി വന്ന് ചെയ്യാൻ പറയണം. അല്ലെങ്കിലേ നിന്റെ അമ്മായിമ്മ ഒന്ന് ചെയ്യട്ടെ. അവര് ചെയ്തിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? അതെ, ഇതൊന്നും സാരമില്ല, ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. ഇതെല്ലാം നീയേ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ടാ ചന്ദ്രമതി നിന്റെ തലയിൽ കയറുന്നത്. വേലക്കാരിയോട് എന്ന പോലെയാ നിന്നോട് പലപ്പോഴും അവള് പെരുമാറുന്നത് എനിക്കറിയാലോ. ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ആദ്യമൊക്കെ എനിക്ക് ചെറിയ വിഷമം തോന്നിയിരുന്നു. ഇപ്പൊ എനിക്ക് ഒരു വിഷമവും ഇല്ല. എനിക്ക് എല്ലാം ശീലമായില്ലേ അച്ഛമ്മ. സാരമില്ല, പോട്ടെ. ഒരു കാര്യമില്ലാതെ അവര് വായിക്ക് തോന്നിയതൊക്കെ എന്നെ പറയും. എല്ലാത്തിനും ഒന്നും ഇപ്പൊ ഞാൻ മറുപടി പറയാൻ പോകാറില്ല. അവരങ്ങ് പറയട്ടെ എന്ന് കരുതും. എന്തിനാ വെറുതെ 2 കൈ കൂട്ടി അടിച്ചാലല്ലേ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. മോളെ, മറുപടി പറയാനുള്ളത് മറുപടി പറയണം. അവരുടെ മുമ്പിൽ തല താഴ്ത്തിയൊന്നും നിൽക്കരുത്. ചുട്ട മറുപടി അങ്ങോട്ട് കൊടുക്കണം. വയസ്സിന് മുതിർന്നവരെ ബഹുമാനിക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല, ബഹുമാനിക്കണം. എന്നാലേ മുതിർന്നവര് അവരുടെ സ്ഥാനം മറന്നു പെരുമാറിയാലേ നമ്മൾ വായടച്ച് നിൽക്കേണ്ട ഒരാവശ്യമില്ല. പറയേണ്ട സമയത്ത് പറയണം. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അവക്ക് കൊട്ടാനുള്ള ചെണ്ടയല്ല നീ. ഒരു കാര്യമില്ലാതെ നമ്മളോട് മുട്ടാൻ വന്നിട്ടുണ്ടെ ചന്ദ്ര എന്നല്ല ആരാണെങ്കിലും മോള് വെറുതെ വിടരുത്. കൊടുത്തിരിക്കണം. സ്പോട്ടി മറുപടി കൊടുക്കണം. അല്ല, നിന്റെ കെട്ടിയവൻ അങ്ങനെയാണല്ലോ, നീ അവനെ കണ്ടുപഠിക്കണം. ഓ, പഠിച്ചോളാം. എനിക്കറിയാം അച്ചമ്മയാണ് സച്ചേട്ടന്റെ ഗുരു എന്ന്. അല്ല മോളെ, പിന്നെ റൂം വിഷയത്തില് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ചന്ദ്രയ്ക്ക് തീരെ പിടിച്ചിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് പോയാല് അവള് ആ തീരുമാനം മാറ്റാൻ നോക്കും. നീ വിട്ടുകൊടുക്കരുത് കേട്ടോ, വിട്ടുകൊടുക്കാനേ പാടില്ല. എന്തിനാ അച്ഛമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എനിക്ക് സച്ചേട്ടന് വേറൊരു റൂം വേണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞതല്ലേ, നീ ഇങ്ങനെ പറയുന്ന എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അല്ല, ഇതിപ്പോ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടാവട്ടെ, അതിനിപ്പോ എന്താ? സന്തോഷമായാലും സങ്കടമായാലും അതെല്ലാവരും ഒരുപോലെ പങ്കിടണം. അതാണ് കുടുംബത്തിന്റെ കെട്ടുറപ്പിന് നല്ലത്.
അല്ല, ഈ പറയുന്ന ശ്രുതിയും വർഷയും വലിയ വീട്ടിലെ പിള്ളേരല്ലേ, അവർക്ക് ഈ ഹോളിലും തറയിലും ഒന്നും കിടന്ന് ശീലമില്ല. എനിക്കതൊക്കെ ശീലമല്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും വക വെക്കാത്തത്. ഏയ് അങ്ങനെയൊന്നും ഇല്ല മോളെ. മോളെ തറയെ കിടന്ന് ശീലമായിരുന്നു എന്ന് കരുതി എപ്പോഴും തറയെ കിടക്കണമെന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ദേ അമ്മിക്കല്ല് പോലെ എപ്പോഴും ഒരേ സ്ഥലത്ത് ഇരിക്കരുത്. ജീവിതത്തിൽ മുന്നോട്ട് പോണം. ഇരുന്ന് അവിടെ ഇരിക്കുകയുള്ളൂ. ഇപ്പൊ നീ വണ്ടി കൊണ്ടുപോയി പൂക്കച്ചവടം നടത്തുന്നു. ഭാവിയില് വലിയൊരു പൂക്കട വെക്കണമെന്ന് മോക്ക് ആഗ്രഹമില്ലേ? അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ലാതിരിക്കും അച്ഛമ്മേ. ആ, അതുപോലെ തന്നെയാ ഇതും. എന്നും തറയിലൊന്നും കിടക്കണ്ട, മുറിയിൽ തന്നെ കിടക്കണം. എനിക്ക് മനസ്സിലായി. ഉം ഞങ്ങൾ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതിയിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങള് മുറിയുടെ വെളിയിൽ കിടന്നോളാം. മുറിക്ക് വെളിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഹാളിലും സച്ചി ടെറസിലും അങ്ങനെ ആയിരിക്കുമല്ലേ നീ ഉദ്ദേശിച്ചത്? ആ, ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകും. ഉം ദേ പെണ്ണെ, ഒറ്റ ഒരു വീക്ക് വെച്ച് തന്നോണ്ടല്ലോ. അയ്യോ, എന്തിനാ അച്ഛമ്മ എന്നെ ഇപ്പൊ തല്ലിയത്? ദേ മണ്ടി, മരമണ്ടി. ഉഫ്, നിന്നോട് ഞാൻ ഇനി ഇതിൽ വ്യക്തമായിട്ട് എങ്ങനെയാ പറഞ്ഞു തരുന്നത്? നീ ഹാളിലും അവൻ ടെറസിലുമായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു കുഞ്ഞ് പിറക്കും? നീ എന്താ കുന്തി ദേവിയാണോ? ആ, അങ്ങനെയാണെങ്കിലേ നോക്കി കുഞ്ഞ് പിറന്നാനെ. ഓ, എന്താ അച്ഛമ്മ ഇത്, ചുമ്മാ ഓരോന്നും പറയാതെ ഇങ്ങനെയൊക്കെ. ഉം ഹും, ആദ്യമൊക്കെ രണ്ടുപേരും തമ്മിൽ യുദ്ധത്തിലൊക്കെ ആയിരുന്നു. ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ. നീ ഇല്ലെങ്കിൽ അവനില്ല, അവനില്ലെങ്കിൽ നീ ഇല്ല. അങ്ങനെ ഒരു സ്ഥിതി ആയില്ലേ ഇപ്പം? അപ്പൊ പിന്നെ എന്താ കുഴപ്പം? നീ അവനെ മാറ്റിയെടുത്തില്ലേ മോളെ? ദേ ഇനി പെട്ടെന്നൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ നോക്കണം. ഹ, വെറുതെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നു. നിനക്ക് എന്താ വിവരമില്ലേ? അത് ഞാന് ചിലപ്പോഴൊക്കെ ടെറസിൽ പോയി കിടക്കാറുണ്ട്. സച്ചേട്ടൻ ഹോളിലോ? ദേ അങ്ങനെയൊന്നും വേണ്ടാട്ടോ. ഹ, എന്നും രണ്ടുപേരും ഒന്നിച്ച് വേണം കിടക്കാന്. അതിനു വേണ്ടിയാണ് മുറിയുടെ വിഷയം ഞാൻ എടുത്തിട്ടതും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും. ഒന്നിച്ച് ഒരേ റൂമിൽ കിടന്നാലേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആത്മബന്ധം കൂടും. എന്നാലേ ഞങ്ങൾക്ക് മുറി വേണ്ട, ടെറസിന്റെ മുകളിലും ഹാളിലുമായിട്ട് കിടന്നോളാന്ന് ആരോടും പറയരുത്. എന്റെ തീരുമാനം എന്താണോ അതനുസരിക്കണം. അതനുസരിക്കില്ലേ രേവതി നീ? വീട്ടിൽ വരുന്ന മരുമകളെ ചില വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ നീ ചെയ്യുന്നത് കുറച്ച് കൂടുതലാ, അതാണ് പ്രശ്നം. വിട്ടുവീഴ്ച മാത്രമേ നീ ചെയ്യാറുള്ളൂ. നിന്റെ അമ്മായിയമ്മയെ പോലെ ഒരുവളുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ ഇങ്ങനെയൊന്നും പോരാ. കൊട്ടയ്ക്ക് കരുത്തായിട്ട് നിൽക്കണം. മറ്റ് രണ്ട് മരുമക്കളും പണക്കാരികളൊക്കെ ആയിരിക്കാം. അവരെക്കാൾ ഒട്ടും താഴെയല്ല നീ. ആ ചിന്ത വേണം നിനക്ക്. താഴ്ന്നു നിന്നാലേ അവര് രണ്ടുപേരും നിന്നെ വേലക്കാരിയെ പോലെ കാണത്തുള്ളൂ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. വർഷ എന്നെ സ്വന്തം ചേച്ചിയെ പോലെയാ കാണുന്നത്. സ്വന്തം ചേച്ചിയെ പോലെ. എന്നെ വലിയ കാര്യ, പാവ. അപ്പൊ ശ്രുതിയോ? ശ്രുതിയെ കുറിച്ച് എനിക്കൊന്നും പറയാൻ കഴിയില്ല. അവളെ ഇതുവരെ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ പെരുമാറ്റമേ ഓരോ സമയം ഓരോ പോലെയാണ്. അവള് എങ്ങനെയെങ്കിലുമൊക്കെ പെരുമാറട്ടെ. നീ ഒരിക്കലും അവൾക്ക് കീഴെ നിൽക്കരുത്. കീഴെ നിന്നാലേ നീ അവിടെ തന്നെ നിൽക്കേണ്ടി വരും. പിന്നെ അത് ശരിയാവില്ല. നിന്നെ ഉയർന്നു വരാൻ വിടത്തില്ല. ഈ വീട്ടിൽ അവരെ പോലെ തന്നെ അധികാരവും അവകാശവും എല്ലാം നിനക്കും ഉള്ളതല്ലേ. അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇവിടെ നീ കഴിയാനായിട്ട്. ആർക്കു മുമ്പിലും ചെറുതാവുകയോ തോറ്റുകൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല മോളെ. അതിന്റെ ആവശ്യമില്ലല്ലോ മോക്ക്. ഞാൻ പറഞ്ഞത് വ്യക്തമാവുന്നുണ്ടല്ലോ. മനസ്സിലായി. എങ്കിൽ പിന്നെ കൂടുതൽ ഇനി ഞാൻ നിന്ന് സംസാരിച്ച് കുളവാക്കുന്നില്ല. ഒരു കാര്യം ചെയ്യ്, നീ റൂമിലേക്ക് പോ. അയ്യോ, ഇത് ഞാൻ ചെയ്തോട്ടെ. ആ, എന്നാ പിന്നെ ഇത് നീ ചെയ്യ. മറ്റേ കാര്യം മറക്കരുത് കേട്ടോ. ഏത് കാര്യം അച്ഛമ്മേ? കുഞ്ഞ് അച്ഛമ്മയുടെ ആഗ്രഹം പെട്ടെന്ന് നിങ്ങൾ സാധിച്ചു തരണം കേട്ടോ. എന്താ അച്ഛമ്മ ഇത്? പോ അച്ഛമ്മയൊന്ന്. വെറുതെ ചുമ്മാ മനുഷ്യന് നാണം കെടുത്താനായിട്ട്. എന്നാ നാണക്കേട്? പോ അച്ഛമ്മേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ അങ്ങ് മാറിപ്പോയിട്ടോ. നമ്മുടെ രേവതി ഇങ്ങനെ എന്താ പറയാ, നാണമൊക്കെ വന്ന് കളവൊക്കെ വരച്ചവിടെ നിന്ന് എന്തൊക്കെയോ ഉണ്ടാക്കുകയാണ്. ഈ സമയത്ത് കാണിക്കുന്നത് പിന്നെ നമ്മുടെ സുധീനെയാണ്. സുധിയുടെ കൂട്ടുകാരനുമായിട്ട് നേരെ ആ കടയിലേക്ക് പോവുകയാണ്. നമ്മുടെ സുധി മേടിക്കുന്ന കട. അവിടെ ചെന്നിട്ട് നീ കാണടാ, എല്ലാം നീ കാണ്. ഇത് മാത്രമല്ല കേട്ടോ, 2 ഫ്ലോറും കൂടെ ഉണ്ട്. അത്രയ്ക്ക് വലിയ കടയാണ്. ഞാൻ ഇനി ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കാൻ പോവല്ലേ. അയ്യോ, സൂപ്പറായിട്ടുണ്ട് ബ്രോ ഇത് മേടിച്ചോ? അല്ല ബ്രോ, എന്താ ഇതിലൊരു ഡൗട്ട്? ഞാനേ ഇത് മേടിക്കും. അല്ല, പാർക്കിലിരിക്കുന്ന സമയത്ത് നീ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും നടന്നിട്ടില്ലല്ലോ ഇതുവരെ. ഇതതുപോലെ അല്ല ബ്രോ, ഇത് നടക്കാനുള്ള കാര്യമാണ്. ഇപ്പൊ എനിക്ക് നല്ല ടൈമാ. അല്ല, നീ എന്നോടാട്ടോ ഇതിന് നന്ദി പറയേണ്ടത്. എന്തിന്? ഞാൻ എന്തിന് ബ്രോയോട് നന്ദി പറയണം? അതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ.
ബ്രോ കടം തന്ന കാശ് കൊണ്ടാണ് ഞാൻ ഈ ഷോപ്പ് മേടിക്കാൻ പോകുന്നത്, അല്ലല്ലോ? അതൊന്നുമല്ല. അല്ല, ഞാൻ അന്ന് നിന്നെ സ്വാമിയുടെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോയില്ലേ, അദ്ദേഹം പറഞ്ഞ് പരിഹാര കർമ്മം ചെയ്തത് കൊണ്ടാണല്ലോ നിന്റെ കയ്യിൽ ഇങ്ങനെ ക്യാഷ് വന്നതും നീ ബിസിനസ് തുടങ്ങിയതൊക്കെ. പരിഹാര കർമ്മം ഞാൻ പൂർത്തിയാക്കിയിട്ടൊന്നുമില്ല. കുറച്ച് സമയം ചെയ്തപ്പോ തന്നെ ഉണ്ടല്ലോ എന്നെ പൊക്കിക്കൊണ്ട് അങ്ങ് പോയി. കുറച്ച് സമയം ചെയ്തപ്പോ തന്നെ നീ ഷോറൂം മേടിച്ചു. നീ അത് പൂർത്തിയാക്കിയിരുന്നെങ്കിലോ നീ വലിയൊരു ഷോപ്പിംഗ് മോള് തന്നെ മേടിച്ചേനെ. ഓ, ശരിയായിരുന്നല്ലേ. പക്ഷെ അത് പൂർത്തിയാക്കാനേ എന്നെ സമ്മതിച്ചില്ല. അല്ല, വീണ്ടും പിച്ചെടുപ്പിക്കാനാണോ നിന്റെ പ്ലാന്? എന്റെ പൊന്നു ബ്രോ, ഒന്ന് ചുമ്മാതെ ഇരുന്നേ. ഒരു പ്രാവശ്യം പിച്ചെടുത്തേണ്ട ആ ഞടുക്കും ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതി മീരനെ എല്ലാം പരിചയപ്പെടുത്താണ് കേട്ടോ. കട കാണിച്ചോ ഇങ്ങനെ കൊടുക്കാണ്. അങ്ങനെ ശ്രുതിയുടെ ഈ ഒരു ഉയർച്ച കണ്ട സത്യത്തിൽ നമ്മുടെ മീരയ്ക്ക് ഞെട്ടലാണ് കേട്ടോ. അങ്ങനെ മീര പറഞ്ഞു, ഓ, നിന്നെ സമ്മതിക്കണം കേട്ടോ. എന്താ, ഷോറൂം നിനക്ക് ഇഷ്ടമായോ? ഷോറൂം ഒക്കെ ഇഷ്ടമായി. അതെ, നീ ഓൺലൈനായിട്ട് കള്ളത്തരം പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് തുടങ്ങിക്ക്, അത് വിജയിക്കും. എന്താ, നീ എന്നെ കളിയാക്കുകയാണോ? സുധിയുടെ അച്ഛന്റെ കയ്യിൽ എത്തേണ്ട ക്യാഷ് നിന്റെ അച്ഛന്റെ ക്യാഷ് ആണെന്ന് പറഞ്ഞ് നീ ബിസിനസ് തുടങ്ങാൻ പോവല്ലേ? നീ ഭയങ്കര തന്നെ, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ക്യാഷ് അങ്കിളിനോട് കൊടുക്കണം എന്നാണോ നീ പറഞ്ഞത്? ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിനെ ഞാൻ നന്ദി പറയേണ്ടത്. ഈ ബിസിനസ്സിൽ സുധി സക്സസ് ആയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ആകെപ്പാടെ മാറും. നിന്നെ കുറിച്ച് സുധിയും വീട്ടുകാരും അറിഞ്ഞാലേ നിന്റെ ലൈഫ് എങ്ങനെ മാറുമെന്നതിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ മോളെ? ഇപ്പൊ ഞാൻ സുധിയെ സപ്പോർട്ട് ചെയ്ത് നിന്നാല് എനിക്കൊരു പ്രോബ്ലം വരുമ്പോൾ സുധി എന്റെ കൂടെ നിൽക്കുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെന്താ പിന്നെന്താ കുഴപ്പം? ദേ, നിന്റെ ഈ കള്ളത്തരങ്ങളൊക്കെ പിടിക്കാതിരിക്കാനേ നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വരുവാണ് കേട്ടോ. ശ്രുതി ശ്രുതി എന്ന് വിളിച്ചോണ്ട് ഇങ്ങനെ വരിക. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല, നിങ്ങളുടെ ആ പാർക്കിലെ ഫ്രണ്ട് പോയോ? ഇല്ലില്ല, പോയിട്ടില്ല. എന്തിനാ അവനെയൊക്കെ വിളിച്ചു വരുത്തിയത്? ദേ, ശ്രുതിയെ കൊണ്ട് പിച്ചെടുപ്പിച്ചവനല്ലേ അവന്. അല്ല, നീ എന്തിനാ ഈ മീരനെ വിളിച്ചു വരുത്തിയത്? ഇവള് എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട്. ആ, അപ്പോഴത്തേക്ക് നമ്മുടെ മീര, ഓഹോ, അതെന്താ സുധി സുധി അങ്ങനെ പറയുന്നത്? എന്തു പറ്റി? ഞാന് കൊള്ളരുതാത്തവളും വൃത്തികെട്ടവനും വല്ലതും ആണോ? അപ്പോഴത്തേക്കാണ് നമ്മുടെ സുധി പറഞ്ഞത്, അതെ, ശ്രുതി അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചല്ലാതെ മീനേനെ താഴ്ത്തി കെട്ടാനൊന്നും അല്ല ഞാൻ ചോദിച്ചത്. പിന്നെ അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ അവനോട് ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞത്. അവനെൻ്റെ ഷോറൂമൊക്കെ ഒന്ന് കാണട്ടെ, നീ ഞാനും ഉയർച്ചയിലെത്തിയെന്നൊന്ന് അറിയട്ടെ. ഒന്നുമില്ലെങ്കിലും കുറെ നാള് പാർക്കിൽ ഒന്നിച്ച് കിടന്ന് ഉറങ്ങിയതല്ലേ, അതിന്റെ ഒരു സ്നേഹം കാണില്ലേടോ. അല്ല, ഓണർ വന്നോ സുധി? ഇല്ല, ഓണർ ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹം ഗോഡൌണിൽ പോയിരിക്കുക, ഇപ്പൊ വരും. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി വന്നു കേട്ടോ. അല്ല, സുധി അല്ല, അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധി ആ ഒരു കസേരയിൽ, ആ ഓണറിന്റെ ആ ഒരു കസേരയിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ ഇരിക്കുക മാത്രമല്ല, ഇങ്ങനെ ഇരുന്നിങ്ങനെ ഉറങ്ങുകയാണ്. അത് നമ്മുടെ ആ ഒരു പാർക്കിലെ ഫ്രണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ ആ ഫ്രണ്ട് സ്വപ്നം കാണുന്നതാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് സുധി ഇങ്ങനെ ഇരുന്ന് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്. സുധിക്ക് ഉറക്കം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സുധി ഇങ്ങനെ ഉറങ്ങുന്നതായിട്ട് അയാൾക്ക് തോന്നിയത്. അയാള് അത് ഓർത്തിട്ട് ഭയങ്കര ചിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സുധി വന്നിട്ട് ചോദിച്ചു, എന്തിനാടാ നീ ചിരിക്കുന്നത്? ഹേയ്, എന്റെ പൊന്നു ബ്രോ ഇവിടെ ഇരിക്കുന്നത് ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞ് ചിരി വന്നു. അയ്യോ, ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അതെന്താ, ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നം? അല്ല, ഞാനിവിടെ ഇരിക്കുന്നതിന് നീ എന്തിനു ചിരിക്കുന്നത്? അല്ല, ഞാനേ ഓർക്കുക, എന്റെ പൊന്നു സുധി ഇവിടെ ഇരുന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്. എന്റെ പൊന്നു ബ്രോ, അതൊക്കെ ഓർക്കുമ്പോ ചിരി വരുവാ. ഓ, ഉറങ്ങുന്നതോ? നീ എന്നെ കളിയാക്കിയതാണല്ലേ? ആ, കളിയാക്കിയതാണെന്ന് മനസ്സിലായല്ലോ. ദേ, ഞാനിവിടെ ഇരുന്ന് ഉറങ്ങാനൊന്നും പോകുന്നൊന്നുമില്ല. ഞാൻ ഇവിടെ ഇരുന്ന് സ്ട്രോങ് ആയിട്ട് ഒരു ഓണറായിട്ട് ഇവിടെ ഇരിക്കും. ഉറങ്ങാൻ പറ്റില്ലല്ലോ, എപ്പോഴും കച്ചവടം നടക്കല്ലേ, ക്യാഷ് ഇങ്ങോട്ട് വരികയല്ലേ. ദേ, ബ്രോ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഈ സുധി നല്ലൊരു ബിസിനസ്മാൻ ആയിട്ട് മാറും, നോക്കിക്കോ. ഈ കളിയാക്കുന്ന നീ ഉണ്ടല്ലോടാ, എന്റെ കാൽ ചുവട്ടി വരും. ഇതേ, ഒരിക്കൽ ഒരു 500 രൂപ കടം തരാമോ, അല്ലെങ്കിൽ ഒരു 1000 രൂപ കടം തരാമോ എന്നൊക്കെ ചോദിച്ച, അല്ലെങ്കിൽ നീ നോക്കിക്കോ. കൊള്ളാം ബ്രോയുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം ബ്രോ. ഏതായാലും ബ്രോ ഉറങ്ങിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ട്, ഏതായാലും വരാൻ പോകുന്നില്ല. അല്ല, പാർക്കിൽ അന്ന് വന്നിട്ട് ഫുൾ ടൈം ഉറക്കമായിരുന്നല്ലോ, അതും കൊണ്ട് ഞാനങ്ങ് സത്യം പറഞ്ഞ ഓർത്തു പോയതാ. എന്റെ പൊന്നു ബ്രോ, അതങ്ങ് ക്ഷമിച്ചേരെ എന്നൊക്കെ പറയുകയാണേ.
ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കടയുടെ ഓണർ വരികയാണ്. ഓണർ വന്നിട്ട് ആ സുധി എപ്പോഴാ വന്നത്? ഞാനിപ്പോ വന്നതേ ഉള്ളൂ സാറേ. ആ പിന്നെ എങ്ങനെയുണ്ട്? എന്നാണ് കടയുടെ ഉദ്ഘാടനമൊക്കെ വെക്കുന്നത്? അല്ല കടയുടെ പേര് മാറ്റുന്നുണ്ട്. ഉദ്ഘാടനം ഒരു ദിവസം ഞങ്ങൾ ഉടനെ തന്നെ കണ്ടുപിടിക്കും. പിന്നെ അതിനിടയിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണമല്ലോ. എല്ലാം ശരിയാക്കി പേപ്പേഴ്സൊക്കെ റെഡിയായി കഴിഞ്ഞ് ലോണിന്റെ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിക്കത്തില്ല. ഉടനെ തന്നെ ഞങ്ങൾ അങ്ങ് കടയിൽ അങ്ങ് കയറി ഉദ്ഘാടനം നടത്തി. പിന്നെ ഉദ്ഘാടനം നടത്താൻ വലിയൊരു സെലിബ്രിറ്റീനെ കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴത്തേക്കും പാർക്കിലെ കൂട്ടുകാരൻ പറഞ്ഞു, അതെ 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 അതെ, സെലിബ്രിറ്റീനെ കൊണ്ടുവരുന്നത് തന്നെയാണ് നല്ലത്. അന്നെങ്കിലും കടയിൽ ആള് വരുമല്ലോ, അല്ല സെലിബ്രിറ്റീനെ കാണാനെങ്കിലും ആൾക്കാർ വരുമല്ലോ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ സുധി ഒന്ന് നോക്കാണ്ടോ പാർക്കിലെ ഫ്രണ്ടിനെ. എന്നിട്ട് നേരെ നമ്മുടെ പാർക്കിലെ ഫ്രണ്ട് അങ്ങ് മാറി നിന്നു. അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, ഞാനേ ഇവിടെ ഇത് കയറി ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആ കസേരയെ കയറിയിരുന്ന് ഭയങ്കര കറക്കം നമ്മുടെ സുധിയുടെ ഈ കറക്കം കണ്ടപ്പോഴത്തേക്ക് ആ പാർക്കിലെ ഫ്രണ്ട് പറഞ്ഞു, അയ്യോ ഭയങ്കര കറക്കം കറങ്ങി കറങ്ങി പെണ്ണും പിള്ളേനെ വട്ടം കറക്കാതിരുന്നാ മതിയെന്ന്. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ സുധി രാത്രിയൊക്കെ ആയിട്ടോ. സുധി കിടക്കാൻ വേണ്ടി കട്ടിലേ ചെന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കട്ടിലയിലൊക്കെ ചെന്ന് പാട്ടൊക്കെ പാടി കിടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നിട്ട്, ശോ ഇതെന്താ സുധി, എണീറ്റിങ് വന്നേ. എന്തിനാ ഞാൻ എണീറ്റ് വരുന്നത്? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എണീറ്റ് വരാന്. എന്റെ പൊന്നു സുധി, ഇന്ന് നമ്മളല്ല ഇവിടെ കിടക്കേണ്ടത്. നമ്മുടെ റൂമാണെങ്കിലും ഇന്നിവിടെ കിടക്കേണ്ടത് രേവതിയും സച്ചിയാ. ഓ ശരിയാണല്ലോ അല്ലേ. ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ പൊന്നു ശ്രുതി, നീ ഒന്ന് പൊക്കെ, ഞാനിന്നിവിടെ കിടന്നോളാം. ദേ ചുമ്മാ മനുഷ്യന് നാണക്കേടുണ്ടാക്കി വെക്കരുത്. ഇനി ആ സച്ചി ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് വാ. അവനോട് ഞാൻ പറഞ്ഞോളാം. അവനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേൾക്കും. അവനോട് ഞാൻ ടെറസിൽ കിടന്നോളാൻ പറയാം. അല്ലാതെ എനിക്ക് പറ്റില്ല. എനിക്ക് AC ഇല്ലാതെ പറ്റത്തില്ല. അയ്യോ, ഞാൻ ഓർക്കുമ്പോ തന്നെ ശ്വാസം മുട്ടി ചത്തുപോവുക നിലത്ത് കിടക്കുന്ന കാര്യം. അതുകൊണ്ടില്ല, ഞാൻ നിലത്ത് കിടക്കൂല. എന്റെ പൊന്നു ശ്രുതി, നമുക്ക് ഇവിടെ കിടക്കാം. മാതിരെ കുറ്റിയിടാം. അപ്പൊ ആരും വന്ന് തട്ടിയാലും തുറക്കണ്ട. എന്റെ പൊന്നു ശ്രുതി ഇങ്ങോട്ട് വരുന്നുണ്ടോ? വാ, വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഏതായാലും ഈ സമയം പിന്നെ പുറത്തെ സീനാണ് കാണിക്കുന്നത്. നമ്മുടെ സച്ചിൻ, രേവതിയും ശ്രീകാന്തും വർഷയാണ് കേട്ടോ. അപ്പൊ ശ്രീകാന്ത് വന്നിട്ട് ഇതെന്ത് പറ്റി നിങ്ങൾ കിടക്കാതെ ഇവിടെ നിൽക്കുന്നത്, പോയി കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് രേവതിയോട്. അപ്പൊ രേവതി പറഞ്ഞു, കിടക്കണം, കിടക്കാൻ തുടങ്ങുക എന്ന് പറയുമ്പം, അല്ല ഇന്ന് നിങ്ങൾക്കാണല്ലോ അല്ലേ റൂം, ഇനിയിപ്പം റൂമിലേക്ക് പോയി കിടന്നോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, എങ്ങനെ കിടക്കും? അകത്തുള്ള ആള് പുറത്ത് വന്നില്ലെങ്കിൽ ഇവർക്ക് കിടക്കാൻ പറ്റുമോ? അകത്തുള്ള ആൾക്കാർ പുറത്ത് വരട്ടെ. അപ്പൊ സച്ചി ഇത് കേട്ടിട്ട്, അവൻ അതിനകത്ത് തന്നെ കിടക്കുകയാണോ? അവൻ വെളിയിലേക്ക് വന്നില്ലേ? സച്ചേട്ടാ ഉറങ്ങിന്നാ തോന്നുന്നത്. ഉറങ്ങാനോ? അവനോ? അവൻ മുറി വിട്ട് വരാതിരിക്കാനേ ഉറക്കം നടിച്ചു കിടക്കുകയായിരിക്കും. നിനക്കവനെ മനസ്സിലായിട്ടില്ല രേവതി. അവനെ റൂം സൈക്കോ. അവനെ എടുത്ത് ഞാനിന്ന് പുറത്തിടുന്നു പറഞ്ഞു സച്ചി കീറി പോകാൻ തുടങ്ങിയപ്പം നമ്മുടെ രേവതി പറഞ്ഞു, സച്ചേട്ടാ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഇന്നത്തേക്ക് അവരവിടെ കിടക്കട്ടെ, നാളെ മുതലേ നമുക്ക് അവിടെ കിടക്കാം. പറ്റില്ല. സച്ചേട്ടാ പറയുന്നു ഒന്ന് കേക്ക്. ഇന്ന് മുതൽ ഒരാഴ്ച നമ്മൾ ആ റൂമിൽ കിടക്കും, അവരിവിടെ കിടക്കും. അത് അച്ഛമ്മയുടെ ഓർഡറാ, അതിനൊരു മാറ്റവും ഇല്ല. നീ അങ്ങോട്ട് മാറിക്കേ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി നേരെ കയറി പോവുകയാണ് കേട്ടോ. നമ്മുടെ ശ്രീകാന്തിന്റെ അല്ല സുധിയുടെ റൂമിലേക്ക്. ഇന്ന് ഞാൻ ശരിയാക്കൂടാ, എടാ സുധി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടിപ്പോവുക. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ചോദിക്കുകയാണ് ശ്രീകാന്തിനോട്, അല്ല ശ്രീകാന്തേ, മിക്കവാറും സുധിയേട്ടനെ ഇപ്പൊ എടുത്ത് സച്ചിയേട്ടൻ താഴെ ഇടുവോ? മിക്കവാറും അതിനുള്ള ചാൻസ് ഉണ്ട് വർഷ. വാ നമുക്ക് മാറി നിൽക്കാന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതിനെ കാണിക്കുക. ശ്രുതി റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങാതെ, എനിക്ക് വയ്യ ശ്രുതി എന്ന് പറഞ്ഞ് കിടക്കുക. അപ്പോഴത്തേക്കും വെളിയിലിറങ്ങടാ തുറക്കണ വാതില് എന്നൊക്കെ പറയുക. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അവര് വെളിയിൽ വന്നു, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ശ്രുതി, ബാ നമുക്ക് വെളിയിൽ ഇറങ്ങി കിടക്കാം. വാ ശ്രുതി, ബാ വെളിയിലിറങ്ങാം. അപ്പോഴത്തേക്കും ആണെങ്കിൽ രേവതി സച്ചിയോട് പറയാണ്, സച്ചി കിടന്ന് ഷൗട്ട് ചെയ്യുകയാണ്. അപ്പൊ സച്ചിയോട് പറയാ, വേണ്ട ബാ നമുക്ക് പോകാം, എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്, ബാ സച്ചേട്ടാന്ന്. ഏതായാലും ഈ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ ഇറങ്ങി വന്നത്. എന്തിനാണ് ഒച്ച വെക്കുന്നത്, എന്താണ് നിനക്ക് പറ്റിയത്? ഒച്ച വെക്കാൻ അവന് പ്രത്യേക വല്ല കാരണം വേണോ രവിയേട്ട എന്ന് ചന്ദ്ര. അപ്പൊ സച്ചു പറഞ്ഞു, അവര് രണ്ടുപേരും മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല അച്ഛാ, ഇന്ന് ഞങ്ങളല്ലേ മുറി കിടക്കേണ്ടത്. ഓ അതും ശരിയാണല്ലോ അല്ലെ. അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ റൂമിനകം കാണിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി, ഞാൻ കാണിച്ചു തരാം എന്താണ് നിന്റെ പ്രശ്നം എന്നും പറഞ്ഞ് അങ്ങ് വെളിയിലേക്ക് ഇറങ്ങി ചെന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു, എന്താ നിങ്ങൾ റൂമിന് വെളിയിൽ ഇറങ്ങാത്തത്, ഇന്ന് ഞങ്ങൾക്കാ ഈ റൂം. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് റെഡി ആയിട്ട് വരണ്ടേ. അയ്യോ നിങ്ങൾ വല്ല കല്യാണത്തിന് പോവാണോ, ഒരുങ്ങി റെഡിയായി ഇങ്ങോട്ടേക്ക് വരാന്? അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അങ്കിള് എന്തിനാ സച്ചി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഞങ്ങൾ മുറിയിൽ നിന്ന് ഇറങ്ങിയില്ലേ, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുക്കണ്ടേ. ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ നിങ്ങൾ മുറിയിൽ നിന്ന് ഇറങ്ങിയത്, ഇല്ലെങ്കിൽ നിങ്ങൾ ചുരുണ്ട് മൂടിക്കിടന്ന് ഉറങ്ങുകയല്ലേ ഉള്ളൂ. എന്നിട്ട് ചുമ്മാ ഓരോന്ന് പറയാണ്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, മോനെ സച്ചി,
അവര് മുറിയുടെ പുറത്ത് വന്നില്ലേ. ഇനി നിങ്ങൾ രണ്ടുപേരും ചെല്ല്, അകത്തേക്ക് കയറ്, പോയി കിടന്നുറങ്ങ്. അപ്പോഴത്തേക്ക് സൂതി പറഞ്ഞു, അച്ഛാ AC ഇല്ലാതെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഹോളില് ഒരു AC ഫിറ്റ് ചെയ്യണം. ഓ, AC മേടിച്ചു തരാന്ന് വർഷയുടെ അച്ഛൻ പറഞ്ഞിട്ടും ഇവിടെ ആരും സമ്മതിക്കുന്നില്ലല്ലോ, ഇദ്ദേഹം സമ്മതിക്കത്തില്ലല്ലോ എന്ന് ചന്ദ്ര. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാൻ സമ്മതിക്കാത്തത് എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും സച്ചിയുടെ ഈ ഒരു കലിപ്പ് കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം ബാക്കി വിശേഷം നമുക്ക് നാളെ കേൾക്കാം. ബാക്കി വിശേഷം നാളെ അല്ല, ഇന്ന് ഉച്ചയ്ക്ക് കേൾക്കാമേ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താണ്. ഇപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.